ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മളെവിടെയെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോണത്. ഇവിടെ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളെന്ന് നോക്കാം. നല്ല ഭംഗിയിലാണ് ഈ ചൊരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ കേട്ടോ. അഫ്ഗാനി സുന്ദരികൾ കണ്ടില്ലേ നിൽക്കുന്നത്. പിന്നെ റിനു ആഷിമോനും ഇവിടുന്നോ എന്തോ കഴിച്ചുകൊള്ളുള്ളൂ ഒരിഷ്ടം. എന്തായാലും ശരി, അവരങ്ങനെ ചുറ്റിക്കറങ്ങട്ടെ അവരുടെ പാട്ടിൽ. പിന്നെ ബേബിയും പാപ്പാനെയും കാണാനില്ല, എൻ്റെ കൊച്ചിനെയും കാണാനില്ല, എൻ്റെ കുഞ്ഞാറ്റിനെയും കാണാനില്ല, എൻ്റെ മനുവിനെയും കാണാനില്ല. ഞാനിതാ കാര്യമായിട്ട് വീഡിയോ എടുത്തിങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം എന്തോന്ന് ഫ്രഷ് ഫ്രൂട്ട്സ് അടിച്ചിട്ട് വലിയ ജാറിലൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്രൂട്ടും അടിച്ചിട്ട് ഓരോ സുന്ദരിമാരും അവരുടെ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വില പറഞ്ഞിട്ടും നമ്മളെ ആകർഷിപ്പിച്ചിട്ടും ഒക്കെ ഓരോ സാധനങ്ങൾ പരിചയപ്പെടുത്തണമൊക്കെ ഉണ്ട് കേട്ടോ. നോക്ക്, ഇവിടെ മോശി കഴിക്കാൻ ധാരാളം പേരുണ്ട് കേട്ടോ. കൂടുതലും അറബി വനിതകളാണ് കേട്ടോ. മോശി കണ്ടല്ലോ, പക്ഷെ എന്തോ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്താ ഇതുണ്ടോ, ഇവിടെയാണ് ഇവർ പാട്ട് അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ അല്ലേ, ഓരോ രാജ്യത്തും ഉണ്ടാവുമല്ലോ ഡാൻസും പാട്ടൊക്കെ. ഇവരുടേത് ഇവിടെയായിരുന്നു തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു കേട്ടോ. ഇതുണ്ട്, ഇയാൾ നമ്മളിരുന്ന നമ്മളുടെ മുഖം വരച്ച് തരും. നല്ലൊരു ചിത്രകാരനാണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചപ്പൽസ്, കുട്ടികളുടെ എന്താ പറയുക കളിക്കണ സാധനങ്ങൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അഫ്ഗാനിസ്ഥാനിൽ. പിന്നെ അഫ്ഗാനിസ്ഥാനും ഈ പറഞ്ഞതുപോലെ നിവർന്ന് കിടക്കുക കേട്ടോ. പക്ഷെ എല്ലാ രാജ്യത്തും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിദേശി ആയിക്കോട്ടെ സ്വദേശി ആയിക്കോട്ടെ എല്ലാത്തരം ആളുകളും ഉണ്ട്. അറബികളൊക്കെ വമ്പൻ പർച്ചേസിങ് ആണ് കേട്ടോ. എന്തായാലും ശരി, ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ തിരയാണ്, കുട്ടികളെ കാണാമല്ലോ. ഇവിടെയും മോശിയാണ് കേട്ടോ. സുന്ദരി ഇങ്ങനെ എന്താ പറയുക പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെന്താ കാണണമെന്നറിയോ, ഇവിടെ നോക്കുമ്പോൾ ബുഷ് അന്താ മുട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ബുഷ് ആകെ ക്ഷീണിച്ചിട്ട് നടന്നിട്ട്. പിന്നെ നമുക്ക് അമേരിക്കയിൽ പോകാമെന്ന് വിചാരിച്ചു. അമേരിക്ക നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. വന്നപ്പോൾ മുതൽ ബുഷ് അമേരിക്കയിൽ പോകാൻ തുടങ്ങിയത് കേട്ടോ. നമ്മളൊക്കെ തടുത്ത് നിർത്തിയിട്ടാണ് അവിടെ നിന്നത്. കണ്ടല്ലോ, അമേരിക്ക കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ ഈഗിളിനെ കാണാൻ. ഞാൻ അമേരിക്കയിലെത്തിയപ്പോൾ ഈഗിൾ എന്നൊക്കെ പറയുന്നുണ്ട്, പരുന്ത്. എന്തായാലും ശരി, അമേരിക്ക എല്ലാ ഭാഗത്തും ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ആംബിയൻസ് കേട്ടോ. അമേരിക്ക. അയ്യോ, എനിക്ക് മോഹൻലാലിൻ്റെ ഡയലോഗാണ് വരുന്നത്. ശ്രീനിവാസനോട് പറഞ്ഞിട്ടോ, എൻ്റെ കുഷിൻ്റെ പാട്ടി വിടും. എന്തായാലും ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. കറങ്ങിയപ്പോഴും എനിക്ക് ആരെ കിട്ടി, എനിക്ക് കുഞ്ഞാറ്റനെ കിട്ടിയിട്ടോ. ഈ സുന്ദരി ഒരു പാറ്റയാണെങ്കിലും ശരി, ഇതിനെടുത്താൽ നല്ല കൈ കടയുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൈ കടയണു. ഇതിനെന്തോ ഒരു എന്താ പറയുക, ഒരു ഇതുപോലെ. എന്തായാലും ശരി, അമേരിക്കയിൽ കൂടെ നടക്കുമ്പോഴേ മനു കുഞ്ഞാറ്റൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വീഡിയോ നിങ്ങളെന്നെ എടുത്തോളിന്ന് പറഞ്ഞിട്ട്. അമേരിക്ക ഒരു വലിയൊരു എന്താ പറയുക രാജ്യമായതുകൊണ്ടാണ് തോന്നുന്നു, ഒരുപാട് വിശാലതയിലാണ് അമേരിക്ക അവരിവിടെ ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ ഇടയിൽ ഈ ദമ്പതിമാർ മനുവിനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് മനു അവരുടെ ഫോട്ടോ എടുക്കണം കേട്ടോ, കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട്. പിന്നെ അടിപൊളിയായിട്ട് മനുവിന് നല്ലൊരു ഭാവി കണ്ടു ഞാൻ അവിടെ. അത് കഴിഞ്ഞിട്ട് മനു വീണ്ടും കുഞ്ഞാറ്റൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിട്ടോ. കുഞ്ഞാറ്റവനും സംസാരിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അറബിയും വൈഫുകളൊക്കെ ഒരു അറബിയുടെ തന്നെ തോന്നുന്നു 2-3 വൈഫൊക്കെ കാണുമ്പോൾ അറിയില്ല, ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, അവരങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടും പർച്ചേസ് ചെയ്തിട്ടും കഴിച്ചിട്ടും അങ്ങനെ നടക്കുന്നുണ്ട് ഓരോരോ ഭാഗത്തു കൂടെ ഓരോരുത്തർ. പിന്നെ എന്താ പറയുക, ഇവരുടെ ഫുഡിൻ്റെ ഏരിയ, സ്മോക്കിങ്ങിൻ്റെ ഏരിയ, ഡ്രിങ്കിങ്ങിൻ്റെ ഏരിയ, എന്താ പറയുക ജ്യൂസിൻ്റെ ഏരിയ, ക്യാപ്പിച്ചിനോ അങ്ങനത്തെ വേറെ ഏരിയ, ഒരു രാജ്യത്തിൽ തന്നെ ഒരുപാട് തരം വെറൈറ്റി കടകളാണ് കാണുന്നത് കേട്ടോ. എല്ലാത്തിലും ആളുകളുണ്ട്. പിന്നെ കുഞ്ഞാറ്റ മനുവിൻ്റെ കയ്യിലാവുകൊണ്ട് എന്താക്കി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് പറയട്ടെ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ.